ഹലോ നമസ്കാരം, ഞാൻ അനീഷ് അബ്രഹാം. കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്തായ അരുൺ മാത്യു എന്നെ വിളിച്ചിട്ട് UK ഒരു ജോലി സാധ്യതയെക്കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞു തരികയുണ്ടായി. ഇത് ലണ്ടൻ ഏരിയയിലുള്ള റെയിൽവേയിലെ ജോലി സാധ്യതകളെക്കുറിച്ചാണ് അരുൺ പറഞ്ഞത്. അരുണിന് ഈ ജോലി ലഭിച്ചതാണ്, റെയിൽവേയിൽ ജോലി ലഭിച്ചതാണ്. പക്ഷേ ഇപ്പോൾ അരുൺ വേറൊരു ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും അരുൺ പറയുന്നത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ ജോലി റെയിൽവേയിലെ നിരവധി വേക്കൻസികളുണ്ട്, അത് നിങ്ങൾക്കും കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും. ഡിപ്പെൻഡൻറ്റ് വിസയിലുള്ളവർക്ക് പ്രത്യേകിച്ച് ചെയ്യേണ്ടത് ബെറി റിക്രൂട്ട്മെൻറ്റ്, ഓൺ ട്രാക്ക് റിക്രൂട്ട്മെൻറ്റ്, ഇങ്ങനെ 2 ഏജൻസികൾ വഴിയായിട്ടാണ് പ്രധാനമായിട്ടും റെയിൽവേയിൽ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നതെന്ന് പറയുന്നു, ലണ്ടൻ ഏരിയയിൽ. ഈ ഏജൻസികൾക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. അവർ നിങ്ങളെ ഒരു 3 ദിവസത്തെ ട്രെയിനിങ്ങിന് വിളിക്കും. തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഈ ട്രെയിനിങ്ങിന് ശേഷം ഒരു എക്സാം ഉണ്ടാകും. അത് വളരെ സിമ്പിളായിട്ട് പാസ്സാവുന്ന എക്സാമാണെന്നാണ് അരുൺ പറയുന്നത്. ഈ എക്സാം പാസ്സായി കഴിഞ്ഞാൽ ഈ 3 ദിവസത്തെ ട്രെയിനിങ്ങിൻ്റെ പാസ്സായാലും പാസ്സായില്ലെങ്കിലും നിങ്ങൾക്ക് 3 ദിവസത്തെ ട്രെയിനിങ് പെയ്ഡ് ട്രെയിനിങ് ആണ്. ജോലി ടെമ്പററി ആയിട്ടുള്ള ജോലിയാണെങ്കിൽ പോലും 6 മാസത്തിന് ശേഷം നിങ്ങൾ സാറ്റിസ്ഫാക്ടറി ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട് എന്ന് ഈ റെയിൽവേക്ക് ബോധ്യമാകുകയാണെങ്കിൽ നിങ്ങളെ പെർമനൻ്റായിട്ട് നിയമിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അരുൺ പറയുന്നത്. അപ്പോൾ വളരെ നല്ല ജോലികളാണ്, ശമ്പളം നല്ല രീതിയിൽ ശമ്പളവും ഉണ്ട്. അതുപോലെ തന്നെ വളരെ ശാരീരിക അധ്വാനം കുറഞ്ഞൊരു ജോലി കൂടെയാണ്. ടിക്കറ്റ് കളക്ടർ, നമ്മൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്നത്, ട്രെയിൻ പോകുന്ന സമയത്ത് ഒരു സിഗ്നൽ കാണിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ജോലികൾക്കൊക്കെയാണ് ഈ ടെമ്പററി സ്റ്റാഫിനെ ഇവർ എടുക്കുന്നത്. അപ്പോൾ അത് വളരെ ശാരീരിക അധ്വാനം കുറഞ്ഞ ജോലികളാണല്ലോ. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ ബെറി റിക്രൂട്ട്മെൻറ്റിനെയോ ഓൺ ട്രാക്ക് റിക്രൂട്ട്മെൻറ്റിനെയോ കോൺടാക്റ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഈ വീഡിയോയോടൊപ്പം തന്നെ അരുണിനെ ടാഗ് ചെയ്യുന്നുണ്ട്. അരുണിനെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അരുൺ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ റെഡിയാണ്. അപ്പോൾ ജോലി ഇല്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്നറിയാം. തീർച്ചയായിട്ടും ഈ ഒരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. കേട്ടുന്ന എല്ലാവർക്കും നന്ദി.